333 പേർ മരിക്കുകയും അതിലേറെ പേരെ കാണാതാവുകയും ചെയ്ത വയനാട് ദുരന്തം, ഉരുൾപൊട്ടൽ മൂലമുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു ദേശീയ ദുരന്തമായി വയനാട്ടെ ദുരന്തത്തെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കാണാത്തത്? വയനാട്ടിലെ ജനങ്ങളോട് ഒന്ന് നോക്കിയാൽ ഒരു പ്രതികാര ബുദ്ധിയോടെ തന്നെയാണ് പെരുമാറുന്നത്, അധികാരികൾ പെരുമാറുന്നതെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. രാഹുലിനെ ഇത്ര ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചവരാണ്. അവരുടെ മതം എന്താണ്, അവരുടെ കൊടി എന്താണ്, അവരുടെ കൊടി പാകിസ്ഥാൻ കൊടിയാണ് എന്ന് പോലും പറഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് പല റിസർവേഷൻസ് ഉണ്ട് വയനാട്ടിലെ ആളുകളോട്. എന്നാലും ഈ സമയത്ത് അതെല്ലാം എടുക്കുക എന്നുള്ളത് ഒരു വളരെ മോശമായ ഒരു കാര്യമായിപ്പോയി. മോദിയുടെ സ്റ്റേച്ചറിലുള്ള ഒരാൾ, മോദിയുടെ ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ഒരു ഇതൊക്കെ ഉള്ള ആൾ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ്. എന്തായാലും ഈ ഒരു സമയത്തല്ല ഇതിന് പ്രതികാര ബുദ്ധിയോടെ ഇടപെടേണ്ടത്. ഈ സമയത്ത് അവരെ സഹായിക്കുക, അതിനുശേഷം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വേണം വിചാരിക്കാൻ. അത് പറയുമ്പോൾ ഒരു കാര്യം പറയണമല്ലോ, മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, മാധ്യമങ്ങളെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മാധ്യമങ്ങൾ ഈ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം, അവർ കൊടുക്കുന്നൊരു സപ്പോർട്ട് ചില്ലറയല്ല, അത് പറഞ്ഞേ പറ്റൂ. അവരാണ് ശരിയായിട്ട് ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കാര്യം നോക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് 2 ദിവസം കന്യാകുമാരിയിൽ വന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ധ്യാനമിരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഭടന്മാരുടെ അകമ്പടിയിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നു. അപ്പോൾ അങ്ങനെ ധ്യാനമിരിക്കുമ്പോഴാണോ യഥാർത്ഥത്തിൽ ഒരു ആധ്യാത്മികത കിട്ടുന്നത്? അതേ ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലേക്ക് ചെന്ന് മനുഷ്യരെ കണ്ണീരൊപ്പാനും എല്ലാം നഷ്ടപ്പെട്ടു പോയ അവരെ ആശ്വസിപ്പിക്കാനും ഒരു ഭരണാധികാരിക്ക് കഴിയട്ടെ? അങ്ങനെ കഴിയണം. അങ്ങനെ അല്ലാന്ന് ഒരു മതവും പറയുന്നില്ല. ഹിന്ദു മതമെന്നോ ക്രിസ്ത്യൻ, ഇത് എല്ലാവരും പറയുന്നത് അവരുടെ കണ്ണീരൊപ്പണം, വിഷമമുള്ളവരെ സഹായിക്കണം എന്നല്ലേ പറയുന്നത്. അതിനൊരു വ്യത്യാസമുണ്ടോ? ധ്യാനം ഒന്നിനും ഒരു മറുമരുന്നല്ല. ധ്യാനം ഇരിക്കുന്നത് അവനവൻ്റെ നന്മയ്ക്ക് നല്ലതായിരിക്കാം. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ഷോ, ഒരു എക്സസൈസ്, ഷോ ബിസിനസ്. ഞാനിത് ചോദിക്കാൻ പ്രധാന കാരണം, ഇപ്പോൾ കൊല്ലത്ത് വെടിക്കെട്ട് ദുരന്തമുണ്ടായല്ലോ. 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് കൊല്ലത്ത് വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ ആ 2ാം ദിവസം തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുകയും മരണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സ്ഫോടന സ്ഥലത്തെത്തുകയും ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും അപ്പം തന്നെ സഹായധനം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ കേരളത്തിൽ തന്നെ ഓടിയെത്തിയ മുൻ അനുഭവങ്ങളുണ്ട്, പ്രധാനമന്ത്രി ഓടിയെത്തിയ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ നിർമ്മലാ സീതാരാമൻ 2ാം ദിവസം അവിടെ എത്തി. മുഖ്യമന്ത്രിയോട് പോലും കയർത്ത മത്സ്യത്തൊഴിലാളികൾ നിർമ്മലാ സീതാരാമനെ സ്വീകരിക്കുകയാണ് ചെയ്തത്, അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നമ്പർ 2 എന്ന് പറയാവുന്ന അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമനോ അതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി പോലും, ഒരു ക്യാബിനറ്റ് മന്ത്രി പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ദുരന്തം കഴിഞ്ഞ് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞ 2 ദിവസമായി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അവർ ദുരന്ത സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അഭയകേന്ദ്രങ്ങളിൽ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ അവർ എത്തുന്നു, അവർ ആളുകളെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി 100 വീടുകൾ വെച്ച് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്താത്തത് എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ അത് മോദിയുടെ ഒരു ബിഹേവിയർ പാറ്റേണിന് വ്യത്യാസമാണ്. മോദി ഇങ്ങനല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു ഷോമാനാണ്.
ശരിക്കൊരു ഷോമാൻ ആണ്. എങ്ങനെ ഓരോ സമയത്തും പ്രവർത്തിക്കണം എന്ന് അറിയാവുന്ന ഒരാളാണ്. മനസ്സിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ചെയ്യേണ്ടതാണ്. നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പോട്ടെ, അമിത്ഷാ അങ്ങനെ ചെയ്തില്ലെങ്കിലും നിർമ്മലാ സീതാരാമന് വരാമായിരുന്നു. ആരെങ്കിലും വരേണ്ടതായിരുന്നു കേന്ദ്രത്തിൽ നിന്ന്. അത് വരാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ സൈന്യം, ആർമി, അതുപോലെ തന്നെ നേവി, അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സഹായവും ലഭിച്ചില്ല നമ്മൾ പറയുന്നത് സത്യത്തിന് നിരക്കുന്നതല്ല. കാരണം ഇപ്പോൾ നേവിയുടെയും ആർമിയുടെയും സഹായങ്ങൾ വയനാട്ടിൽ വളരെ കിട്ടുകയും അതുപോലെ തന്നെ തകർന്നുപോയ പാലം, ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ട് സൈന്യം ഒരു വലിയ പ്രതീക്ഷയാണ് അവിടുത്തെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് വീണ്ടും ജീവിതത്തിനെക്കുറിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളാണ് സൈന്യം നടത്തിയത്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാലും വയനാട് പോലെ ഒരു ആദിവാസി മേഖലയിൽ, കാരണം ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി പോലും അങ്ങനെ ഒരു പിന്നോക്ക ഭാഗത്തുനിന്ന് വന്ന രാഷ്ട്രപതിയാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന അവരുടെ ഒരു മേഖലയിൽ ഉണ്ടായ ഈ ദുരന്തം, ആ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അനുകൂലമായ ഒരു മറുപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സൈന്യത്തെ അയക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഇതല്ല. നമ്മളൊരു ഭാഗമല്ലേ, ഒരു ഫെഡറൽ നേഷൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ. ഇങ്ങനെയുള്ള ഇന്ത്യയിലുടനീളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൈന്യം തന്നെയാണ് ചെയ്യുന്നത്. അവർക്കേ ചെയ്യാൻ പറ്റൂ. ഓരോ വലിയ വലിയ ആപത്തുകൾ വരുമ്പോൾ ഇപ്പോഴും സൈന്യം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിമാലയത്തിൽ ഇടിഞ്ഞു വീഴുന്നത് ഒക്കെ വേറെ ആരെങ്കിലും വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ ജനങ്ങൾ പോകുക പോലുമില്ല. ദൂരെ നിന്ന് കാഴ്ച കാണുന്നതല്ലാതെ ഒരിക്കലും അവരാരും അതിനടുക്കൽ വരില്ല. അവരാരും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സഹായിക്കുന്ന പോലെ ഓടിച്ചെന്ന് സഹായിക്കാൻ നോക്കുകയും ചെയ്യുന്നില്ല. പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. 2013 വലിയ ദുരന്തം ഉണ്ടായില്ലേ? മനുഷ്യർ എന്തുമാത്രം ഓടി എങ്ങനെയെങ്കിലും മണ്ണിൽ അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറി വന്നാൽ ജാവോ എന്ന് പറഞ്ഞ് ഓടിക്കും. അങ്ങനെയായിരുന്നു അവിടെ. മനുഷ്യർ ഒരു തരത്തിലും സഹായിച്ചില്ല. ആർമി തന്നെയാണ്, നേവി, എല്ലാ കൂട്ടരും സൈന്യമാണ് സഹായിച്ചത്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സതേൺ സ്റ്റേറ്റ്സിനെ അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ? അതെ, അവിടെ എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ മീഡിയ, കാരണം ഇപ്പോൾ ഈ ദുരന്തം ആദ്യത്തെ ഉരുൾപൊട്ടൽ ദിനം മുതൽ മീഡിയ മുഴുവൻ, കേരളത്തിലെ മുഴുവൻ മീഡിയയും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, ഇപ്പോൾ DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ, അവരെല്ലാമാണ് ഇപ്പോൾ ഈ നമ്മുടെ പുഴയിൽ ബോട്ടുകളും വള്ളങ്ങളും ഉപയോഗിച്ച് ചേതനയേറ്റുപോയ ശരീരങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് DYFIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയും? വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല. മനുഷ്യരെല്ലാം, മീഡിയ എന്താണ് ചെയ്യുന്നത്, സന്നദ്ധ പ്രവർത്തകർ എന്താ ചെയ്യുന്നത്, ഓരോരുത്തർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ തയ്യാറായിട്ട് ജനം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത്രയും അത് കാണുമ്പോൾ നമുക്ക് തന്നെത്താൻ അഭിമാനം തോന്നുന്നു. വിദ്യാഭ്യാസം കൊണ്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് കുറച്ചൊരു എൻലൈറ്റൻമെൻറ്റ് ഇവിടെ ഉള്ളവർക്ക് വന്നിട്ടുണ്ട്. ആപത്ത് സമയത്തെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പം പല കഥകളും വരും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മോശം തോന്നും. പക്ഷേ ഇപ്പം തൽക്കാലം വളരെ ഇതായിട്ടാണ് പെരുമാറുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ പറ്റും. തമിഴ്നാട്ടിലൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ പല സിനിമാ താരങ്ങൾ അവരൊരു വീട് തുറന്നിട്ട് കൊടുത്ത് വീട്ടിലെ താഴത്തെ നിലയിൽ മുഴുവൻ വെള്ളപ്പൊക്കം കൊണ്ട് അഫക്റ്റഡായ ജനങ്ങൾ കയറ്റി താമസിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു. അത് ഏറ്റവും നല്ല തരത്തിലാണ് തമിഴ്നാട്ടിൽ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും. ഇതുപോലെ വേറെ ആരും ചെയ്തതായിട്ടൊരു ചരിത്രവുമില്ല. ഇതിനേക്കാൾ ഭീകരമായ ആപത്തുകളും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഇടിഞ്ഞ് വീഴുന്ന കല്ലുകളൊക്കെ വീണ് കഴിഞ്ഞാൽ ഹോൾ ഗ്രാമങ്ങൾ പോവുകയാണ്. ആ ഗ്രാമങ്ങൾ പോകുന്നതിനെപ്പറ്റി അന്വേഷിച്ച് പോകാനോ എഴുതാനോ
അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ആരുമില്ല. സൈന്യത്തിന് ചെയ്യാൻ പറ്റുന്നത് സൈന്യം ചെയ്യും, അത്രേ അവിടെ ഉള്ളൂ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദുരന്തങ്ങൾ ഒരു അവസരമാക്കി മാറ്റണം. ഇപ്പോൾ കോവിഡ് കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇത് ഒരു അവസരമാക്കി മാറ്റണം, അവിടെ നിന്ന് നമ്മൾ പലതും നേടിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ ഈ ദുരന്തങ്ങൾ ഇപ്പോൾ യുദ്ധഭൂമിയിലായാലും ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലായാലും അതിൽ സന്തോഷിക്കുന്നവരും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ടോ? അതുകൊണ്ട് നേട്ടങ്ങൾ, അത് ഒരു അവസരമാണ്. ഇക്കണോമിക്സിൽ അങ്ങനെ തന്നെ പറയും, ഒരു ഷോക്ക് തിയറി എന്ന് പറയും. ജനങ്ങൾ ഏറ്റവും സബ്സേർവിയൻ്റായിട്ട് തല താഴ്ത്തി ദുഃഖം സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ അൺപ്ലസൻ്റായ ഒരു നിയമം കൊണ്ടുവന്ന തലപൊക്കി എതിർത്ത് ഇതിപ്പോൾ പാടില്ല എന്ന് പറയാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് ശബ്ദിക്കാറാകുമ്പോഴത്തേക്കും ഓൾറെഡി നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷമൊക്കെ ആയി കഴിയും. ഇങ്ങനത്തെ ഉള്ള സംഗതി ദുരന്തങ്ങൾ ഒരുക്കും. ഇപ്രാവശ്യം അതിൻ്റെ ഒരു ലാഞ്ചന കണ്ടതോടുകൂടി തന്നെ മീഡിയ വല്ലാതെ എതിർത്തു. ദുരന്ത നിവാരണ സമിതിക്ക് അപാര അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ഉപയോഗിച്ച് കുറച്ചൊന്നവർ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മീഡിയ വല്ലാതെ അതിശക്തമായിട്ട് നേരിട്ടു. ആ ദുരന്ത നിവാരണ സമിതി ശാസ്ത്രജ്ഞരവിടെ പോകരുത്, അവരൊന്നും പറയരുത് എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസ് കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പണ്ടത്തെ ദുരന്തകാലം, കോവിഡ് കാലം, വഴിയിലിറങ്ങി നടക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലീസുകാരുടെ അനുവാദം, ആ കാലത്തിലേക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് നമ്മൾ പോയ പോലെയാണ്. അത് അവസരോചിതമായിട്ട് മീഡിയ വളരെ ശക്തമായിട്ട് എതിർത്ത് അതിനെ തടഞ്ഞു. അന്ന് തന്നെ അത് പിൻവലിച്ചു. അത് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായി, അത് പിൻവലിച്ചു. അത് മീഡിയ ഭയങ്കര കരുത്തോടെ ചെയ്ത ഒരു കാര്യമാണ്. ഈ 100 നമസ്കാരം അതിന് 100 നമസ്കാരം. അവിടെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് അന്ന് ഇടുക്കി MP ആയിരുന്ന PT തോമസാണ്. അതിൻ്റെ പേരിൽ PT തോമസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് പോലും നിഷേധിക്കപ്പെട്ടു. PT തോമസ് ജീവിച്ചിരിക്കെ തന്നെ PT തോമസിൻ്റെ ശവമഞ്ച ഘോഷയാത്ര അവിടെ പാതിരിമാരുടെ നേതൃത്വത്തിൽ നടന്നു. അപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ വയനാട്ടിലും അതുപോലെ തന്നെ ഇടുക്കിയിലുമെല്ലാം മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭങ്ങൾ നടന്നത്. അതിനെ പിന്തുണയ്ക്കാൻ LDFും UDFും എല്ലാ രാഷ്ട്രീയ കക്ഷികളും തയ്യാറാവുകയും ചെയ്തു. ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് എത്ര പ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പെട്ടിമടയായാലും അത് കഴിഞ്ഞ് നമ്മുടെ വയനാട്ടിൽ 2020 ദുരന്തമായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തമായാലും. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തി അതിനെക്കുറിച്ച് എന്താ പറയാൻ? ഗാഡ്ഗിൽ കമ്മിറ്റി 4 സോണായിട്ടങ്ങ് തിരിച്ചിട്ട് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സോൺ, അവിടെ ഒന്നും പാടില്ല, അവിടെ പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രജൈൽ ഏരിയയാണ്, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അവിടെയൊക്കെയാണ് നമ്മുടെ റിസോർട്ടുകൾ. ഏറ്റവും മനോഹരമായ സ്ഥലം, വെള്ളച്ചാട്ടം തൊട്ടടുത്ത്, അവിടെ തന്നെ ഇരുന്ന് വെള്ളം അടിക്കണം മനുഷ്യർക്ക്. അങ്ങനെയുള്ള കാര്യം വരുമ്പോഴാണ് പ്രശ്നം വന്നത്. അവിടെ റിസോർട്ട് പണിയണം, അതിലൊക്കെയല്ലേ പ്രശ്നം. അപ്പോൾ ആ പരിസ്ഥിതി ലോലമായിട്ടുള്ള അത്തരം പ്രശ്നം ABCD 4 തരം ഇതുണ്ട്. 4ാമത്തേതിൽ കൺട്രോളുകൾ വളരെ കുറവാണ്. ക്വാറി അടക്കം പഞ്ചായത്തുകളുടെയും ഒക്കെ അനുമതിയോടെ ക്വാറി അടക്കം പണിയാം. അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമല്ല. പക്ഷേ ഫോറസ്റ്റുകൾ നിലനിർത്താൻ വേണ്ടി ഫോറസ്റ്റുകൾ എൻക്രോച്ച് ചെയ്ത് ഇനിയും ഒന്നും ചെയ്യരുത് എന്ന് മാത്രമാണ് അതിനകത്തെ സ്ട്രോങ് ആയ ഒരു കാര്യം. അത് ശരിയായ വിധത്തിൽ പഠിക്കുകയോ ശരിയായ വിധത്തിൽ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തില്ലെന്ന് എനിക്ക് തോന്നി. അത് വേണ്ട തരത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ആ നിയന്ത്രണങ്ങളൊക്കെ നല്ലപോലെ നടപ്പാക്കിയാൽ ആളുകൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഗാഡ്ഗിൽ ഇപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു? ഗാഡ്ഗിൽ പറയുന്നത്, ഗാഡ്ഗിലിന്
ദുഃഖമൊന്നും തോന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. തീയിൽ തൊട്ടാൽ പൊള്ളും എന്നറിയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ തലമുറയിൽ വെച്ച് തന്നെ ഇതൊക്കെ കാണേണ്ടി വരും എന്ന് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞു. അത് സത്യമായി വന്നു. അപ്പം ഗാഡ്ഗിലിന് അത് കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗാഡ്ഗിൽ പറയുന്നത് അത് അങ്ങനെയാണ്. അപ്പോൾ ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട, ഈ നില പശ്ചിമഘട്ടത്തിൽ ഇതുപോലെയുള്ള ഇത് തുടർന്നാൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അന്ന് വെള്ളം ചേർത്ത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കി. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഇത് രണ്ടും നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അന്ന് കേരള സർക്കാർ വേറൊരു കമ്മീഷനെ നിയോഗിച്ചു. അങ്ങനെ അതൊന്നും നടപ്പാക്കിയില്ല, ഫലത്തിൽ ഒന്നും നടപ്പാക്കിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം തന്നെയല്ലേ ഈ ദുരന്തം? അതിൻ്റെ എല്ലാ ഫലം തന്നെയാണ് ഈ ദുരന്തം. അത് പക്ഷെ ഗാഡ്ഗിൽ അത് വളരെ നല്ലൊരു രീതിയിലാണത് കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പുതിയ തലമുറ ഇതെല്ലാം മനസ്സിലാക്കും. അവർക്കറിയാൻ 100 മാർഗങ്ങളുണ്ട്. അവരറിയും, പരിസ്ഥിതിയെ പറ്റിയുള്ള ബോധം അവർക്കുണ്ടാകും. അതുകൊണ്ട് അവർ റെസിസ്റ്റ് ചെയ്യും. ഇനി പരിസ്ഥിതിയെ ഇങ്ങനെ എൻക്രോച്ച് ചെയ്ത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഈ റിസോർട്ടുകൾ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും വലിയ. പക്ഷേ ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കും? ടൂറിസത്തെ ഒക്കെ എങ്ങനെ ബാധിക്കും? അത് പറയുമ്പോൾ ആകെ മാറേണ്ടി വരും. നമ്മുടെ ചിന്തയിൽ തന്നെ ഒരു മാറ്റം വേണ്ടി വരും. അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നമ്പേഴ്സ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ഗ്രോത്ത് അങ്ങനെ കാണരുത്. അതായത് ഇപ്പം അദാനി അംബാനി ഏറ്റവും തൊഴിലുറപ്പുകാർ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഇത് ഇൻകം കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു സംഖ്യ പെർ ക്യാപിറ്റ ഇൻകമാണ്. അങ്ങനെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ നമ്പർ വെച്ചിട്ട് നാഷണൽ ഇൻകം കൂടി എന്ന് പറയുന്നതിലും കാര്യമില്ല. നമ്മൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ആ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കണം. അപ്പം ഇക്കണോമിക്സിൽ തന്നെ നമ്മൾ ഗ്രോത്ത് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാലും അതിൽ നമ്മളൊന്ന് മാറി ചിന്തിച്ച് ഒരു വേറൊരു തരത്തിൽ, ഇപ്പോൾ ഡൗണട്ട് ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. ഇപ്പോൾ നമ്മൾ ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിനപ്പുറം ഈ ഫെഡറൽ സംവിധാനത്തിന് കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന മുറവിളി ഉയരുന്ന കാലമാണ്. കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾക്കും. പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും സാമ്പത്തിക സഹായങ്ങൾ അർഹമായ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ദുരന്തം കൂടി വരുമ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം പ്രതിസന്ധിയിൽ പെടും? അത് സത്യം പറഞ്ഞാൽ ഇവർക്കധികം കാലം ഇങ്ങനെ പോകാൻ പറ്റില്ല. സദേൺ സ്റ്റേറ്റ്സിനെ മുഴുവൻ പിണക്കിക്കൊണ്ടൊന്നും ഒരു ഫെഡറൽ സംവിധാനത്തിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല. നമ്മളാണ് ഏറ്റവും അധികം നികുതി കൊടുക്കുന്നത്. ഏറ്റവും അധികം അവിടെ കിട്ടുന്ന പണത്തിൽ ഏറ്റവും അധികം കൊടുക്കുന്നത് നമ്മളൊക്കെ അല്ലേ. അപ്പോൾ അല്ലാതെ ബീഹാർ അല്ലല്ലോ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതെല്ലാം എന്നിട്ട് നമുക്കൊരാപത്ത് വരുമ്പോഴത്തേക്കും അവിടുന്ന് ആരും നോക്കാനില്ല, ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ഒരു കേർട്ടസി ആയിട്ടെങ്കിലും ഒന്ന് വന്ന് ജനങ്ങളെ ഒരു ദിവസം ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നത് അതുപോലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ലോക്സഭയിൽ അമിത്ഷാ നൽകിയ മറുപടി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വയനാട്ടിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. അപ്പോൾ ആ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ഫലമാണ് ഈ ദുരന്തം എന്ന് അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി വളരെ മൃദു സമീപനമാണ് അതിനോട് മുഖ്യമന്ത്രി പിണറായി സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ചിലർക്ക് വലിയ ആളുകളാണ്, വലിയ കാര്യങ്ങൾ പറയണമെന്ന് തോന്നും, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ വിവാദം ഉണ്ടാക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വളരെ ഒരു മെച്വേർഡായിട്ട് ആണ് പ്രതികരിച്ചത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഈ ദുരന്തത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവണമെന്ന് ശക്തമായി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല, ആവശ്യപ്പെടാൻ കഴിയുന്നില്ല? ആവശ്യപ്പെടണ്ടേ? അത് ആവശ്യപ്പെടണമായിരുന്നു.
ആവശ്യപ്പെടുമായിരിക്കും. ഇനിയാണ് ഇപ്പൊ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ പറഞ്ഞിട്ടും അത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. ഗവർണർ ആരിഫ് ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്. ഗവർണർമാരുടെ മീറ്റിംഗിൽ ആരിഫ് ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയോ നമ്മുടെ സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്.